നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്നു മഹാത്മാഗാന്ധി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച രാഷ്ട്രപിതാവ്. അദ്ദേഹം എടുത്ത സിദ്ധാന്തം അഹിംസ എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഒരു ബ്രിട്ടീഷ് പടയാളി ഒരിക്കൽ പിടിച്ചിട്ട് ബൂട്ട്സ് കൊണ്ട് അദ്ദേഹത്തിന്റെ വായിലേക്ക് ചവിട്ടിയപ്പോൾ പല്ലിൽ നിന്ന് ചോര ഇറ്റിട്ട് വീണു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ചോര വായിൽ നിന്ന് വീഴുമ്പോഴും മഹാത്മാഗാന്ധി ചിരിക്കുകയും പടയാളി ചോദിച്ചു, ഞാൻ ഇത്രയും ക്രൂരമായി നിങ്ങളെ മർദ്ദിച്ചപ്പോ നിങ്ങൾ എങ്ങനെയാണ് ചിരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്? അതിന് മഹാത്മാഗാന്ധി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമായിരിക്കുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. അതെന്നെ ക്ഷമിക്കാൻ പഠിപ്പിച്ചു. പലപ്പോഴും മനുഷ്യൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടാത്തതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണമെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഈ പ്രസ്ഥാനം സ്റ്റാർട്ടാകുന്നത്, ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. റോബർട്ട് മോഫറ്റ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥരായി തീർന്ന കുട്ടികൾ ലോകരാജ്യങ്ങളിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് ദാരിദ്ര്യത്തിലായപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥരായ ചെറിയ കുട്ടികൾ സംരക്ഷിക്കാൻ ആളില്ലാതായപ്പോൾ നിരവധി ആഹാര സാധനങ്ങൾ കണ്ടെടുക്കാൻ വേണ്ടി ബേക്കറി പോലുള്ള സ്ഥാപനങ്ങളെ അവർ കുത്തിത്തുടങ്ങി. അങ്ങനെ മോഷണം നടത്തി അവർ ഭക്ഷണം കഴിക്കലാക്കി. ഈ കുട്ടികളെ പിടിച്ച് ജയിലുകളിൽ അടച്ചു. ഇത് കണ്ട് ഹൃദയത്തിൽ വേദന എടുത്ത ദൈവദാസനായ റോബർട്ട് മോഫറ്റ് എന്ന് പറയുന്ന ദൈവദാസൻ പുറത്തുണ്ടായിരുന്ന അനാഥ കുട്ടികളെ ഒരുമിച്ച് ചേർത്തൊരിടത്തിരുത്തി അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു, അവരെ ബൈബിൾ പഠിപ്പിച്ചു. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായി സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ.